റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സ്വല്ലാ ഫിൽ ജമാഅത്തി മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ ആരെങ്കിലും പങ്കെടുത്താൽ, അതായത് പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ട് ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുത്താൽ, 40 യൗമൻ 40 ദിവസം ഒരു വഖ്തും ഒഴിവാവാതെ 5 വഖ്ത് നിസ്കാരങ്ങൾ 40 ദിവസം മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നിടത്ത് പങ്കെടുത്തു കഴിഞ്ഞാൽ ഒരു റക്അത്ത് പോലും നഷ്ടപ്പെടാതെ, ജമാഅത്ത് ഇമാമ സലാം വീട്ടുന്നതിന്റെ മുന്നേ വന്നിട്ട് ഇമാമിനെ തുടർന്നാൽ ജമാഅത്ത് പോലും, പക്ഷെ ഒരു റക്അത്ത് പോലും നഷ്ടപ്പെടരുത്. ആദ്യത്തെ റക്അത്തിൽ തന്നെ ഇമാമിന്റെ കൂടെ ഉണ്ടായി. അങ്ങനെ ഒരു വഖ്തും ഒഴിവാവാതെ 40 ദിവസം അങ്ങനെ ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല നരകത്തിൽ നിന്നുള്ള മോചനം അയാൾക്ക് രേഖപ്പെടുത്തും. അല്ലാഹ് എഴുതി രേഖപ്പെടുത്തും. കതബ എന്ന് പറഞ്ഞാൽ എഴുതും എന്നാണ്. അല്ലാഹു എഴുതി വെക്കും നരകമോചനത്തെ. കാപട്യത്തിൽ നിന്നുള്ള മോചനത്തെ. അയാൾക്ക് ഇനി നിഫാഖ് ഉണ്ടാവില്ല, കാപട്യം ഉണ്ടാവില്ല, മുനാഫിഖീങ്ങളിൽ കൊടുക്കില്ല, അയാൾ നരകത്തിലേക്കും പോകില്ല. അങ്ങനെ അല്ലാഹു എഴുതി വെക്കുമെന്നാണ്. 40 ദിവസം ഒരു വഖ്ത് പോലും ഒഴിവാവാതെ ആദ്യത്തെ റക്അത്ത് മുതൽ തന്നെ ഇമാമ് കൈയ്യെട്ടുമ്പോൾ തന്നെ ഇമാമിന്റെ ബാക്കിൽ ഉണ്ടാവും. അങ്ങനെ കിട്ടാൻ കുറച്ച് പണിയാണ്. എന്തെങ്കിലും ഒരു കാരണവശാൽ ഇടയിൽ ഒരു വഖ്ത് എന്തെങ്കിലും ഒരു കാരണമായിട്ട് ഒഴിവാകും. ഒന്നുകിൽ ഒരു കല്യാണം ഉണ്ടാവും, ഒരു നിശ്ചയം ഉണ്ടാവും, അല്ലെങ്കിൽ എവിടേക്കും പോകാണ്ടാവും. ഏതെങ്കിലും ഒരു വഖ്ത് അതിന്റെ ഇടയിലാണ് നഷ്ടപ്പെടും. ഈ പറഞ്ഞ പോലെ 40 ദിവസം ഒരു വഖ്ത് പോലും നഷ്ടപ്പെടാതെ ആദ്യ റക്അത്ത് മുതൽ അത് അല്ലാഹു തെരഞ്ഞെടുത്ത ആളുകൾക്ക് മാത്രമേ കിട്ടുള്ളൂ. നരകത്തിൽ നിന്നുള്ള മോചനം അല്ലാഹു അയാൾക്ക് എഴുതി രേഖപ്പെടുത്തും. അതുപോലെ തന്നെ കാപട്യത്തിൽ നിന്നുള്ള മോചനത്തെയും അല്ലാഹു തആല രേഖപ്പെടുത്തുമെന്നാണ്. മൻ സ്വലാ സ്വലാത്തുൽ ഫജ്രി ബിൽ ജമാഅ, ഒരാൾ സുബ്ഹി നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിച്ചു. സുബ്ഹി ജമാഅത്തായിട്ട് നിസ്കരിച്ചു. എന്നിട്ട് ജലസ, പിന്നെ അയാൾ അവിടെ തന്നെ ഇരുന്നു, പള്ളിയിൽ നിന്ന് പുറത്തു പോയില്ല, പള്ളിയിൽ തന്നെ ഇരുന്നു. അല്ലാഹുവിന്റെ ദിക്റും സ്വലാത്തും ചൊല്ലി ഖുർആൻ ഓതിയിട്ട് അല്ലെങ്കിൽ കിതാബ് ഓതിയിട്ട് അങ്ങനെ പള്ളിയിൽ തന്നെ ഇരുന്നു. ഏതുവരെ ഇരുന്നു? സൂര്യൻ ഉദിക്കുന്നത് വരെ. സൂര്യൻ ഉദിക്കാൻ ഇപ്പൊ അധിക സമയമൊന്നുമില്ല. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഒരു 1/2 മണിക്കൂർ ഉണ്ടാവുള്ളൂ പിന്നെ സൂര്യൻ ഉദിക്കാൻ. സൂര്യൻ ഉദിക്കുന്നത് വരെ ഒരാൾ അങ്ങനെ ചെയ്താൽ ആ ദിക്റിലും സ്വലാത്തിലും ഖുർആൻ പാരായണത്തിലും പിന്നെ എളിമ പഠിക്കുന്നതിനായിട്ട് ഒരാൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ അല്ലാഹു അയാൾക്ക് നൽകും സ്വർണത്തിന്റെയും വെള്ളിയുടെയും, സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും നിർമ്മിച്ച 70 കൊട്ടാരം നൽകുമെന്നാണ്. 70 കൊട്ടാരം. ഓരോ ദിവസവും സുബഹിസ്കരിച്ചാൽ ഓരോ ദിവസവും 70 കൊട്ടാരം കിട്ടിയാൽ ഏത് വയനാട്ടിലേക്ക് കൊടുക്കുക? നമ്മളങ്ങനെ ചിന്തിക്കാം. ഇനിയിപ്പോ ആർക്കനിപ്പോ ആ കൊട്ടാരങ്ങളൊക്കെ കൂടി കൊടുക്കാൻ ഇഷ്ടം പോലെ എമ്പാടും ആൾക്കാരുണ്ടാവും. നമ്മളത് സമ്പാദിക്കുകയാണ് ചെയ്യാം. അതിന് ഏതൊക്കെ ദിവസത്തിലെ സുബഹി നിസ്കാരമാണ് നമ്മളെ നിസ്കാരമായത്? അതുകൂടി നമ്മൾ ചിന്തിക്കണം. എല്ലാ ദിവസവും സുബഹിയിലെ ജമാഅത്തിൽ പങ്കെടുത്തു എന്ന് വിചാരിച്ച് സമാധാനിച്ചൊന്നും കാര്യമില്ല. നിസ്കാരമായിട്ട് അല്ലാഹു രേഖപ്പെടുത്താം. അപ്പോഴേ ഈ പറഞ്ഞത് കിട്ടുള്ളൂ. സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്റിലും തസ്ബീഹിലുമായിട്ട് അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ സ്വർഗത്തിൽ 70 കൊട്ടാരം അല്ലാഹു അയാൾക്ക് കൊടുക്കുമെന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. അതുപോലെ തന്നെ 5 നേരം നിസ്കരിക്കുന്നതിന്റെ ഉപമ എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. 5 നേരം നിസ്കരിക്കുന്നതിന്റെ ഉദാഹരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടുമുറ്റത്തിലൂടെ ഒഴുകുന്ന ഒരു ശുദ്ധജലം ഒഴുകുന്ന ഒരു അരുവിയെ, ഒരു പുഴ പോലെ ശുദ്ധമായ വെള്ളം ഒഴുകുന്നു നമ്മുടെ വീട്ടിന്റെ മുറ്റത്തിലൂടെ. എല്ലാ ദിവസവും ആ പുഴയിലേക്ക് ഇറങ്ങിയിട്ട് 5 തവണ അയാൾ കുളിക്കുന്നു. എന്നാൽ നബിതങ്ങൾ ചോദിക്കുക, അങ്ങനത്തെ ആളിൽ വല്ല അഴുക്കുകളുണ്ടോ? നബി പറഞ്ഞത് വളരെ കരുതലോടെ, വീട്ടിന്റെ മുറ്റത്തു കൂടെ, അതായത് വീട്ടിന്റെ സിറ്റൗട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ആ പുഴയിലാണ്. കുറച്ചപ്പുറത്ത് മഹലില് അല്ലെങ്കിൽ അവന്റെ ടൗണില് ഇങ്ങനൊന്നുമല്ല നബി തങ്ങൾ പറഞ്ഞത്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കുറച്ച് അപ്പുറത്താണെന്നുണ്ടെങ്കിൽ
അങ്ങോട്ടേക്കും കുളിക്കാൻ വേണ്ടി പോയി കുളിച്ച് തിരിച്ചു വരുമ്പോ ഒന്ന് വയർപ്പും അല്ലെങ്കിൽ ഒന്ന് പൊടി മാറും, അപ്പൊ അഴുക്കുണ്ടാവും. നബി പറഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങണത്, സ്വിച്ച് ഔട്ടിൽ നിന്ന് ഇറങ്ങണത് നല്ല ശുദ്ധമായ വെള്ളം കൊടുക്കുന്ന ഒരു കുട. അത് ഇറങ്ങിയിട്ട് 5 നേരം കുളിച്ച് വീട്ടിൽ കയറുന്നു. ഒരു പൊടി ഓർമ്മയില്ല, ഒരു വയർക്കലും ഇല്ല. ആ ആളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു അഴുക്ക് ഉണ്ടാവോ സഹാബ എന്ന് ചോദിച്ചു. നബി തങ്ങളോട് സഹാബത്ത് പറഞ്ഞു, ഇല്ല നബിയെ. അല്ലാഹു റസൂൽ പറഞ്ഞു, അതാണ് 5 നേരത്തെ നിസ്കാരം. ആ നിസ്കാരമാകുന്ന പുഴയിലേക്ക് ഇറങ്ങി കുളിച്ചത് കയറിയാൽ പിന്നെ അവന് പാപമാകുന്ന ഒരു അഴുക്കും ഉണ്ടാവില്ല. 5 നേരം അവനങ്ങനെ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ യാതൊരു പാപത്തിന്റെ അഴുക്കുകളും അവന്റെ ശരീരത്തിൽ, അവന്റെ മനസ്സിൽ, അവന്റെ ഏട്ടിൽ ഉണ്ടാവുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെങ്ങനെയായിരിക്കണം? മൻ ഹഫിള അല സ്വലവാത്തിൽ ഖംസ്, എങ്ങനത്തെ നിസ്കാരമായിരിക്കണം? ബിഇസ്ബാഗിൽ വുദൂ, പൂർണ്ണമായി വുദൂ എടുത്തിട്ട് ഒരാൾ നിസ്കരിച്ചാൽ ശരിയായ വിധത്തിൽ വുദൂ എടുക്കുക. വുദൂഇന്റെ മസലകളൊക്കെ പറയുമ്പോൾ ഒരുപാട് അശ്രദ്ധകൾ നമ്മളിൽ നിന്ന് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ പറയാം. പൂർണ്ണമായ നിലക്ക് പറഞ്ഞതുപോലെ ഒരാൾ ശരിക്കും വുദൂ ചെയ്തു കഴിഞ്ഞാൽ ശരിക്ക് റുകൂഉം സുജൂദും പറഞ്ഞതുപോലെ ചെയ്തു. റുകൂഉം സുജൂദും ഒക്കെ അതിന്റെ നിയമങ്ങളും ഷർത്തുകളും അതിന്റെ പിന്നെ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആരുടെയും റുകൂഉം സുജൂദും അല്ല. ആ നിയമങ്ങളൊക്കെ പാലിച്ച് കൃത്യമായിട്ട് റുകൂഉം സുജൂദും ചെയ്ത് ശരിക്കും ഒതുകൊടുത്ത് ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഹബീബായ തങ്ങൾ പറയാണ്, ഹറമല്ലാഹു ജസദഹു മിനന്നാർ, അയാളുടെ ശരീരത്തെ നരകത്തിനെ തൊട്ട് അല്ലാഹു നിഷിദ്ധമാക്കും. പിന്നെ നരകത്തിന് അയാളെ വേണ്ട, നരകത്തെ കൊണ്ടിട്ടാലും അയാളെ നരകം തൊടൂല. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീക്കുണ്ടത്തിൽ കൊണ്ടേറ്റു, യാതൊരു പ്രയാസം ഉണ്ടായില്ല. എന്തിന് ഇബ്രാഹിം നബിയുടെ കാലത്തേക്ക് പോകുന്നു? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളിൽപ്പെട്ട പിന്നെ അബൂ മുസ്ലിം അൽ ഖവലാനി റളിയല്ലാഹു അൻഹു മുസൈലിമത്തുൽ കദ്ദാബ് പ്രവാചകനാണെന്ന് പറഞ്ഞിട്ട് രംഗപ്രവേശനം നടത്തിയ ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ അബൂ മുസ്ലിം അൽ ഖവലാനി റളിയല്ലാഹു അൻഹു അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിച്ചപ്പോ ഈ മുസൈലിമത്തുൽ കദ്ദാബിനെ വിശ്വസിച്ചില്ല. മുസൈലിമത്തുൽ കദ്ദാബ് വന്നിട്ട് മര്യാദക്ക് ഇന്നെ വിശ്വസിച്ചോ ഇല്ലെങ്കിൽ എന്നെ ശിക്ഷിക്കുന്നതാണ്. എന്ത് ശിക്ഷ ശിക്ഷിക്കാന്ന് ചോദിച്ചു. ഇബ്രാഹിം നബിയെ, നിന്റെ പ്രവാചകനാകുന്ന ഇബ്രാഹിം നബിയെ തീക്കുണ്ടത്തിലിട്ടതുപോലെ നിന്നെ തീക്കുണ്ടത്തിലിടും എന്ന് പറഞ്ഞു. ഇബ്രാഹിം നബിയെ രക്ഷിച്ച പോലെ അള്ളാഹു എന്നെ രക്ഷിക്കുന്ന അബൂ മുസ്ലിം ഖവലാനി തങ്ങളെ മുസൈലിമത്തുൽ കദ്ദാബ് തീക്കുണ്ടത്തിലിട്ടിട്ട് ഒരല്പസമയം കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കത്തിക്കരിഞ്ഞ ആ വെണ്ണീർ എടുത്തിട്ട് പിന്നെ നൃത്തം ചവിട്ടാൻ, ആനന്ദം ചവിട്ടാൻ വേണ്ടിയിട്ട് മുസൈലിമത്തുൽ കദ്ദാബും കൂട്ടരും കൂടി ചെന്ന് നോക്കുമ്പോ തീക്കുണ്ടത്തിലേക്ക് നോക്കുമ്പോൾ തീക്കുണ്ടത്തിന്റെ ഉള്ളിൽ നിന്നിട്ട് നിസ്കരിക്കാം അബൂ മുസ്ലിം ഖവലാനി തങ്ങൾ. അദ്ദേഹത്തിന് ഒരു പോറലുമില്ല, ഒരു രോമത്തിന് പോലും തീ തൊട്ടിട്ടില്ല. ഇബ്രാഹിം നബി അമ്മ രക്ഷിച്ചമാരി ഇനി രക്ഷിക്കും. കാരണം നിസ്കാരം ജീവിതത്തിലുടനീളം നിസ്കാരം, തീക്കുണ്ടത്തിൽ എറിഞ്ഞപ്പോഴും നിസ്കാരം, അതാണ് നിസ്കാരം. ആ നിലക്ക് ചെയ്യണം എന്നാണ്. നരകത്തിൽ ഇട്ട് കഴിഞ്ഞാലും നരകം തൊടൂല, നിഷിദ്ധമാക്കും അല്ലാഹു എന്നാണ്. നോക്കൂ, നമ്മുടെ നിസ്കാരമൊക്കെ ശരിയായ രൂപത്തിൽ നിസ്കാരമായിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒതുകൊടുത്ത് പിന്നെ റുകൂഉം സുജൂദൊക്കെ പൂർണ്ണമായി നിർവഹിച്ച് നേരാം വണ്ണത്തിലാണ് നമ്മൾ നിസ്കരിക്കുന്നത് എങ്കിൽ നരകം തൊടൂല. കൊണ്ടുപോയി നരകത്തിലിട്ടാലും നരകം നമ്മളെ തൊടൂല എന്നാണ്. അല്ലാഹു നമ്മെ നരകം നിഷിദ്ധമാക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. പടച്ചവനെ റഹ്മാനായ റബ്ബേ, ഒരുപക്ഷെ വിശുദ്ധ സഫറിന്റെ അവസാനത്തെ ദിനമാകാൻ സാധ്യതയുള്ള ഈ ദിവസത്തിൽ, ഈ പുണ്യമായ ദിവസം, ഹദീദ് കേട്ടുകൊണ്ട് തുടങ്ങുന്ന ഈ ദിവസം ഞങ്ങൾക്ക് ഖൈറിന്റെ, റാഹത്തിന്റെ, സലാമത്തിന്റെ ദിവസമാക്കണേ തമ്പുരാനെ. പടച്ചവനെ, മണിക്കൂറുകൾ പിന്നിട്ടാൽ ഞങ്ങളിലേക്ക് സമാനമാകാൻ പോകുന്ന വിശുദ്ധ റബീഉൽ അവ്വൽ, പടച്ചവനെ ഞങ്ങൾക്ക് ആദരവോടെ അർഹിക്കുന്ന ആദരവോടെ ഭക്തിയോടെ അതിനെ വരവേൽക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. മുത്തനബിയോടുള്ള മഹബ്ബത്ത് ഞങ്ങൾക്ക് ആ വിശുദ്ധ മാസത്തിലൂടെ വർദ്ധിപ്പിക്കാൻ അവസരങ്ങൾ ഒരുക്കി തരണേ തമ്പുരാനെ. ധാരാളമായി അവിടുത്തെ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ, അവിടുത്തെ സുന്നത്തുകൾ ഉദാഹരണം ചെയ്ത് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഒരു വിഷമം, ഒരു ടെൻഷൻ, ഒരു പ്രയാസം, ഒരു രോഗം, ഒരു അസ്വസ്ഥത, ഒരു അസുഖം ഉണ്ടാവരുതേ റബ്ബേ. പടച്ചവനെ, ഇന്ന് ഞങ്ങൾ ആരെയും ഗീബത്തും നമീമത്തും പറയരുതേ റബ്ബേ. ഇന്ന് ഞങ്ങളുടെ നാവിലൂടെ ഒരു കളവ് വരരുതേ റബ്ബേ. പടച്ചവനെ, ഇന്ന് ഞങ്ങളുടെ തിന്മയുടെ ഏട്ടിൽ ഒരു അക്ഷരം പോലും എഴുതേണ്ടുന്ന അവസ്ഥ വരുത്തല്ലേ റബ്ബേ. അല്ലാഹുവേ, ഇന്ന് ഞങ്ങളുടെ നന്മയുടെ ഏട്ടിൽ
ഒരുപാട് നന്മകൾക്ക് സ്ഥാനം കൊടുക്കണേ തമ്പുരാനെ. പഠിച്ചോനെ അല്ലാഹുവേ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, ഞങ്ങളെ കൂടെ നിൽക്കുന്നവർ, ഞങ്ങൾ വിളിക്കുന്നിടത്തേക്ക് വരുന്നവർ, പഠിച്ചോനെ ഞങ്ങളോട് പുഞ്ചിരിക്കുന്നവർ, സലാം പറയുന്നവർ, ഞങ്ങളെ ബഹുമാനിക്കുന്നവർ, ആദരിക്കുന്നവർ, ഭക്ഷണം നൽകുന്നവർ, എല്ലാവർക്കും നൽകണേ തമ്പുരാനെ. പഠിച്ചോനെ മരിക്കുന്നത് വരെ ഞങ്ങളെ സംരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, പ്രത്യേകിച്ച് ഞങ്ങളുടെ പള്ളിക്ക് ചുറ്റും അന്തിവിശ്രമം കൊള്ളുന്നവർ, ഗഫറത്തും റഹ്മത്തും നൽകണേ തമ്പുരാനെ. ലോകത്ത് നീ സമാധാനം നിലനിർത്തണേ റബ്ബാനെ. പഠിച്ചോനെ നരകം നിഷിദ്ധമാക്കപ്പെട്ടവരെ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, മുത്തുനബിയുടെ ജിവാറിലായി ഫിർദൗസിൽ ഞങ്ങൾക്ക് കുടുംബത്തോടൊപ്പം സന്തോഷത്തിന്റെ ഇടം നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അസ്സലാമു അലൈക്കും.